വിവാഹസ്ഥലത്ത് സുരേഷ് ഗോപിയുമായുള്ള സൗഹൃദ സംഭാഷണം സുരേഷ് ഗോപി നടത്തിയത് ഔചിത്യമില്ലാത്ത പരാമർശമെന്ന് കെ രാഗേഷ്. നിങ്ങളെ കൊണ്ട് എടുത്താൽ പൊങ്ങുന്നതല്ല ഈ നാടെന്ന് മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ലെന്നും പക്ഷേ അതുപോലെ ഔചിത്യമില്ലാതെ പെരുമാറാൻ പാടില്ലല്ലോ എന്ന് കെ രാജേഷ് പറഞ്ഞു. കൃഷ്ണദാസ് അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് വരണം എന്ന് പറഞ്ഞിട്ട് ഫോണിൽ വിളിച്ചിരുന്നു. കല്യാണം എൻ്റെ നാട്ടിലാണ് നടക്കുന്നത്, എൻ്റെ പഞ്ചായത്തിലാണ് ആ കല്യാണം ഉള്ളത്. ഞാൻ കല്യാണത്തിന് അവിടെ പോയി. കല്യാണത്തിന് പോയിട്ട് ഇറങ്ങുന്ന സമയത്ത് സുരേഷ് ഗോപി കാറിൽ കയറി അവിടുന്ന് പോകാൻ നോക്കുകയാണ്. അപ്പോൾ പരസ്പരം കണ്ടു. സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ രാജ്യസഭ അംഗമായിരിക്കുന്ന സമയത്ത് രാജ്യസഭയിൽ ഉണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് നല്ല പരിചയമുണ്ട്. ഡൽഹിയിലുള്ള സമയത്ത് പലപ്പോഴും പല കാര്യങ്ങളും സംസാരിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം വിഷ് ചെയ്തു, ഞാനും വിഷ് ചെയ്തു. അപ്പോൾ വിഷ് ചെയ്തപ്പോൾ ഞാൻ അടുത്ത് പോയി ഒന്ന് കൈ കൊടുത്തു. അദ്ദേഹത്തോട് ഞാനൊരു കമന്റ് പറഞ്ഞു, ഒന്നുമില്ല, എൻ്റെ നാടാണ്, ഇതെൻ്റെ നാടാണ്. അപ്പോൾ അദ്ദേഹം പറയാണ് എൻ്റെ ഈ നാടാണ്, ഞാനിങ്ങ് എടുക്കാൻ പോവാണ്. യഥാർത്ഥത്തിൽ ഞാൻ ആ സമയത്ത് മനസ്സിൽ വിചാരിച്ചതാണ്, ഇതിനെന്തെങ്കിലും തിരിച്ച് രണ്ട് വർത്താനം പറഞ്ഞാലോ ഞാൻ ചിന്തിച്ചാണ്. പിന്നെ വിചാരിച്ച് അതുപോലെ ഞാൻ ആവണ്ടെന്ന് കരുതി. എനിക്ക് പറയാൻ അറിയാത്ത ആളൊന്നും അല്ലല്ലോ ഞാൻ, പറയേണ്ടത്. ഞാനങ്ങ് ചിരിച്ചു വിട്ടു. സാധാരണ ഒരു കല്യാണത്തിന്റെ ഇടയ്ക്ക് അമ്മാതിരി ഒരു വർത്താനൊന്നും പറയാൻ പാടില്ല. ഒരു ഔചിത്യത്തിന്റെ പ്രശ്നമാണ്. കൃഷ്ണദാസിന്റെ അതിഥിയായിട്ട് അദ്ദേഹം വിളിച്ചിട്ടാണല്ലോ ഞാനവിടെ പോകുന്നത്. ഞാനവിടെ പോവുക. പോയിട്ട് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം കാറിലിരിക്കുകയാണ്. കാറിൽ കയറി പോകാൻ നോക്കുമ്പോൾ വേണമെങ്കിൽ കൈ കൊണ്ടൊരു ടാറ്റ പറഞ്ഞ് എനിക്കും അങ്ങ് ഇറങ്ങാം. പക്ഷെ ഞാൻ പോയിട്ട് അടുത്ത് പോയിട്ട് അദ്ദേഹത്തെ വിഷ് ചെയ്തു. അപ്പൊ വിഷ് ചെയ്തപ്പോ അദ്ദേഹം അങ്ങനെ ഒരു വാക്ക് പറയേണ്ട കാര്യം ഉണ്ടായിട്ടില്ല. വേണമെങ്കിൽ എനിക്ക് പറയാം, താൻ പൊക്കിയാലൊന്നും ഈ നാട് പൊങ്ങൂല എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. പക്ഷെ എന്റെ ഔചിത്യം കൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല.